So, we will topic flat panel displays. We will discuss video display devices. The next category is flat panel displays. Flat panel display is CRT display device volume, weight and power consumption compared to CRT. Flat panel and back flat display. Then thinner than CRT. CRT thinner ആയിരിക്കും നമുക്ക് wall hang ചെയ്യാനോ അല്ലെങ്കിൽ versal wear ചെയ്യാനോ നമുക്ക് എവിടെയെങ്കിലും കയ്യിൽ കെട്ടണമെങ്കിലോ ഒക്കെ നമുക്ക് പറ്റും ഈ ഒരു ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് എക്സാമ്പിൾസ് ആണ് TV LED അല്ലെങ്കിൽ LCD മോണിറ്റേഴ്സ് then അതുപോലെ കാൽക്കുലേറ്റേഴ്സ് പോക്കറ്റ് വീഡിയോ ഗെയിംസ് ലാപ്ടോപ്പിന്റെ മോണിറ്റർ ഇതെല്ലാം നമുക്ക് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയുടെ കാറ്റഗറിയിൽ പെടുത്താം ഓക്കേ ഇതിന് മെയിൻലി 2 ഡിസ്പ്ലേസ് ആണുള്ളത് ഇമ്മേഴ്സീവ് ആൻഡ് നോൺ ഇമ്മേഴ്സീവ് ഡിസ്പ്ലേസ് ഇമ്മേഴ്സീവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് കിട്ടുന്ന ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇമ്മേഴ്സീവ് കാറ്റഗറിയിൽ 3 ടൈപ്സ് ആണുള്ളത് പ്ലാസ്മ പാനൽ തിൻ ഫിലിം ഇലക്ട്രോ ലുമിനസെന്റ് ഡിസ്പ്ലേസ് LED Okay, immersive display electrical energy ne light ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നോൺ ഇമ്മേഴ്സീവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ എഫക്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന ലൈറ്റ് ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ആവാം അല്ലെങ്കിൽ സൺലൈറ്റ് ആവാം അതിനെ ഒരു ഗ്രാഫിക്കൽ പാറ്റേൺ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അവിടെ ഇമ്മേഴ്സീവിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ ടു ലൈറ്റ് ആണ് ഇവിടെ സൺലൈറ്റ് ഓർ എനി അതർ ലൈറ്റ് സോഴ്സ് to a graphical pattern ആണ് നോൺ ഇമ്മേഴ്സീവിൽ ചെയ്യുന്നത് അതിന് എക്സാമ്പിൾ ആണ് LCD ഓക്കെ then നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഇമ്മേഴ്സീവിലത് നമ്മൾ 3 കാറ്റഗറിയാണ് പറഞ്ഞത് പ്ലാസ്മ then thin electroluminescent last one LED okay first one is plasma panel പ്ലാസ്മ പാനലിനെ ഗ്യാസ് ഡിസ്ചാർജ് ഡിസ്പ്ലേ എന്നും കൂടെ പറയാറുണ്ട് ഈ ഒരു പ്ലാസ്മ പാനൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 2 ഗ്ലാസ് പ്ലേറ്റ്സ് ആണുള്ളത് ഓക്കെ 2 ഗ്ലാസ് പ്ലേറ്റുകളാണുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഈ യൂഷ്വലി ഈ ഗ്യാസ് എന്ന് പറയുന്നത് നിയോൺ ആയിരിക്കും എപ്പോഴും ദെൻ അതുപോലെ തന്നെ ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ അകത്ത് വെർട്ടിക്കൽ കണ്ടക്ടേഴ്സും ഉണ്ട് അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ കണ്ടക്ടിങ് റിബൺസ് വെർട്ടിക്കലി ഒരു ഗ്ലാസ് പ്ലേറ്റിൽ വെർട്ടിക്കലി ആണ് അലൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ കണ്ടക്ടേഴ്സിനെ അലൈൻ ചെയ്തിരിക്കുന്നത് കണ്ടക്ടർ റിബണുകളെ അലൈൻ ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടലി ആണ് ഓക്കെ ദെൻ അപ്പം വോൾട്ടേജ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് സോ അപ്പോൾ ഒരു വോൾട്ടേജ് അതിൻ്റെ അകത്തൊക്കെ അപ്ലൈ ചെയ്യും പെയർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കണ്ടക്ടേഴ്സിൽ കൂടെ പാസ് ചെയ്തിട്ട് അതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഗ്യാസ് ഇന്റർസെക്ഷൻ അതായത് ഈ പ്ലേറ്റ് ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് പോലെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലാണ് ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വെർട്ടിക്കൽ ഒരു സൈഡിൽ വെർട്ടിക്കലും ഒരു സൈഡിൽ ഹൊറിസോണ്ടലും ആണ് അതിൻ്റെ തമ്മിലുള്ള ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട് ആ പോയിന്റ്സിൽ ഗ്യാസ് ബ്രേക്ക് ഡൗൺ ചെയ്യും എന്നിട്ട് അതൊരു ഗ്ലോയിങ് പ്ലാസ്മയായിട്ടുള്ള ഇലക്ട്രോൺസും അയോൺസും ആയിട്ട് മാറും ഇതാണ് നമ്മൾ ലൈറ്റ് ആയിട്ട് കാണുന്നത് ഈ ഒരു ലൈറ്റാണ് ആ ഗ്ലോയിങ് പ്ലാസ്മയാണ് നമ്മൾ ലൈറ്റ് ആയിട്ട് കാണുന്നത് എവിടേക്കാണോ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉള്ളത് അവിടേക്കായിരിക്കും അത് ഗ്യാസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രോൺസും അയോൺസും ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഗ്ലോയിങ് പ്ലാസ്മ കണ്ടിട്ടാണ് ആ പിക്ചർ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ പിക്ചർ ഡെഫിനിഷനും സ്റ്റോർ ചെയ്യുന്നത് റിഫ്രഷ് ബഫറിലാണ് അവിടെയാണ് എപ്പോഴാണോ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത് അപ്പോഴാണ് ഓരോ പിക്സൽ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഇത് പിക്സൽ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് ഗ്ലോ ചെയ്യുന്നത് ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ ഗ്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് റിഫ്രഷിംഗ് റേറ്റ് ആവശ്യമാണ് 60 ടൈംസ് പെർ സെക്കൻഡിൽ നമ്മൾ 60 പ്രാവശ്യം റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് പിക്ചർ അതേ ക്വാളിറ്റിയിൽ നിൽക്കത്തുള്ളൂ ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്ലാസ്മ പാനൽ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി മോണോക്രോമാറ്റിക് ഡിവൈസസിന് വേണ്ടിയിട്ടാണ് അതായത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കളറ് ഗ്രേ സ്കെയിൽ സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻ ഒക്കെ നന്നായപ്പോഴത്തേക്കും ഡെവലപ്ഡ് ആയപ്പോൾ ഇപ്പോൾ ആപ്ലിക്കബിൾ ആണ് ഓക്കെ സോ
ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇതാ നോക്കിയാൽ രണ്ട് ഗ്ലാസ് ആണ്. ആ ഗ്ലാസ്സിൽ ഒന്ന് വെർട്ടിക്കലി ആണ് കണ്ടക്ടേഴ്സിന് അലൈൻ ചെയ്തിരിക്കുന്നത്, ഒന്നിൽ ഹൊറിസോണ്ടലി ആണ് എന്താണ് കണ്ടക്ടേഴ്സിനെ. ഇതാണ് കണ്ടക്ടേഴ്സ് കേട്ടോ. അതെ, ഈ വെർട്ടിക്കലി അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടക്ടർ റിബൺ. ഇവിടെയാണെങ്കിൽ ഹൊറിസോണ്ടലി അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് കണ്ടക്ടേഴ്സ് എന്ന്. ഇത് കണ്ടോ, ഹൊറിസോണ്ടലി ഇത് വെർട്ടിക്കലി അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടക്ടേഴ്സ്, ഇവിടെ ഹൊറിസോണ്ടലി അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടക്ടേഴ്സ്. രണ്ട് ഗ്ലാസ് പ്ലേറ്റ്, ഇതുപോലെ ഒരു പ്ലേറ്റ് ഇങ്ങനെയാണെങ്കിൽ ഒരു പ്ലേറ്റ് ഇങ്ങനെ ആയിരിക്കും വെക്കുന്നത്. പ്ലേറ്റ് രണ്ടും ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്, പക്ഷെ അതിനകത്ത് റിബൺസ് ഇത് ചെയ്യുന്നത് ഇത് വെർട്ടിക്കലി ആണെങ്കിൽ ഇത് വെക്കുന്നത് ഇതിനകത്ത് വെക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഹൊറിസോണ്ടലി ആയിരിക്കും. ഗ്ലാസ് പ്ലേറ്റ് രണ്ടും ഇങ്ങനെ തന്നെയാട്ടോ ഇരിക്കുന്നത്, പക്ഷെ അതിൻ്റെ അകത്തുള്ള റിബൺ ഒന്ന് വെർട്ടിക്കലിയും രണ്ടാമത്തത് ഹൊറിസോണ്ടലി ആയിട്ടായിരിക്കും വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകളിൽ, ഓരോ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലുള്ള വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലാണ് ഫയർ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഗ്യാസാണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലോയിങ് പ്ലാസ്മയായിട്ട് മാറുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേ കാണുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് തിൻ ഫിലിം ഇലക്ട്രോലുമിനസെൻറ്റ് ഡിസ്പ്ലേ ആണ്. ഇത് പ്ലാസ്മ പാനൽ തന്നെ സിമിലർ ആണ്. ഇതിനകത്ത് ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് റീജിയൻ നമ്മൾ പറഞ്ഞു, രണ്ട് ഗ്ലാസ് പ്ലേറ്റിനിടയ്ക്ക് ഗ്യാസ് ആണ് പ്ലാസ്മ പാനലിൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫോസ്ഫർ ആണ്. ആ ഫോസ്ഫർ സിങ്ക് സൾഫൈഡ് ഡോപ്ഡ് വിത്ത് മാംഗനൈസ് ആണ് നിയോണിന് പകരമായിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്നത്. സഫിഷ്യൻറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കണ്ടക്റ്റിംഗ് റിബൺസ് ആണുള്ളത്. ഈ കണ്ടക്റ്റിംഗ് റിബൺസിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സിൽ എന്ത് ചെയ്യും, ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള ആ ഫോസ്ഫറിൻ്റെ അകത്തുള്ള മാംഗനൈസ് ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജീനെ റിസീവ് ചെയ്യും, അബ്സോർബ് ചെയ്യും, എന്നിട്ട് അത് ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മൾ ലൈറ്റ് ഡിസ്പ്ലേ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന് കൂടുതൽ ഒരു സ്പോട്ട് ഓഫ് ലൈറ്റ് ആയിട്ട് അതാണ് നമ്മൾ കാണുന്നത്. ദെൻ അതുപോലെ തന്നെ ഇലക്ട്രോലുമിനസെൻറ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് കൂടുതൽ പവറാണ്, പ്ലാസ്മ പാനലിനേക്കാളും കൂടുതൽ പവറാണ്. സെയിം അതുപോലെ തന്നെയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു ഫിഗറും കൂടെ കാണിക്കാം. നോക്കി, ഇതുപോലെ തന്നെയാണ്. പകരം ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസിന് പകരം ഫോസ്ഫറാണ്. അത് സിങ്ക് സൾഫൈഡ് ഡോപ്ഡ് വിത്ത് മാംഗനൈസ് ആണ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് രണ്ട് ഗ്ലാസ് പ്ലേറ്റിൽ ഹൊറിസോണ്ടലി കുറച്ച് റിബൺസ് അലൈൻ ചെയ്തിട്ടുണ്ട്, വെർട്ടിക്കലി റിബൺസ് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തമ്മിലുള്ള ഹൈ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സിൽ എന്ത് ചെയ്യും, ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സിൽ നിന്നും മാംഗനൈസ് ആറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക്കൽ എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ കാണുന്നത്. അതുപോലെ തന്നെ ഇത് കളർ ഡിസ്പ്ലേ ചെയ്യാനായിട്ടും അതുപോലെ ഗ്രേ സ്കെയിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ടും അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല എന്നുള്ളതാണ് തിൻ ഫിലിം ഇലക്ട്രോലുമിനസെൻറ്റ് ഡിസ്പ്ലേയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ നെക്സ്റ്റ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ഇതും ഒരു ഇമ്മസീവ് ഡിസ്പ്ലേ ആണ്. ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് ആയിട്ട് തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് ഡയോഡ്സ് ആണ്. അതായത് മെട്രിക്സ് എന്ന് അറിയാലോ, റോ ആൻഡ് കോളം ഉള്ള മെട്രിക്സ് ആയിട്ടാണ് ഡയോഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ പിക്സൽ പൊസിഷനും അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യുന്നത് അഗൈൻ റിഫ്രഷ് ബഫറിൽ, എല്ലാത്തിലും റിഫ്രഷ് ബഫറിൽ തന്നെയാണ് പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഓരോ പിക്സൽ പൊസിഷന് വേണ്ടതും ഈ ഒരു റിഫ്രഷ് ബഫർ നമ്മൾ സ്കാൻ ലൈൻ ഇതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ റിഫ്രഷ് ബഫറിൽ നിന്നും ഓരോ ഇൻഫർമേഷൻ റീഡ് ചെയ്തുകൊണ്ട് വരും. വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും, ഡയോഡ്സ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ലൈറ്റ് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് കാണുന്നത്. അപ്പം എന്ത് ചെയ്യുക, ഇൻഫർമേഷനെ റിഫ്രഷ് ബഫറിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക. എപ്പോഴാണോ ഈ ഒരു ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നത്, ഡയോഡ്സ് അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേ കാണുന്നത്. ദെൻ
LCD ആണ്. LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. ഇതൊരു നോൺ ഇമ്മേസീവ് ഡിസ്പ്ലേ ആണ്. നോൺ ഇമ്മേസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഗ്രാഫിക്കൽ പാറ്റേൺസ് ആയിട്ടാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇത് കൂടുതലും സ്മോൾ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്, സച്ച് ആസ് കാൽക്കുലേറ്റർ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അങ്ങനെയുള്ളതിലൊക്കെയാണ് ഇത് LCDs യൂസ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, സോ ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്തൊരു ക്രിസ്റ്റലൈൻ അറേഞ്ച്മെൻ്റ് ആണ് മോളിക്യൂൾസിൻ്റെ വരുന്നത്. അത് ഒരു ലിക്വിഡ് മാതിരി ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് മീൻ ചെയ്യുന്നത് അതാണ്. ഇതിനകത്തും 2 ഗ്ലാസ് പ്ലേറ്റ്സ് ആണുള്ളത്. ഓരോന്നിലും ലൈറ്റ് പോളറൈസർ ഉണ്ട്. അപ്പോൾ ലൈറ്റാണ് ഇവിടെ ആദ്യം എമിറ്റ് ചെയ്യേണ്ടത്. അതിനെയാണ് ഗ്രാഫിക്കൽ പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ അവിടെയുള്ള കണ്ടക്ടേഴ്സിന് പകരം ഇവിടെ ഗ്ലാസ് പ്ലേറ്റിൻ്റെ 2 സൈഡിലും ലൈറ്റ് പോളറൈസർ ആണുള്ളത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഹൊറിസോണ്ടലി ഒന്ന് വെർട്ടിക്കലി ആയിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. അറ്റ് എ റൈറ്റ് ആംഗിൾ ടു ദ അതർ പ്ലേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. ആ രീതിയിലാണ് അതിനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വെർട്ടിക്കലി ആണെങ്കിൽ ഒന്ന് ഹൊറിസോണ്ടലി ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൽ കണ്ടക്ടേഴ്സ് ഓരോ പിക്സൽ പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിന് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് ഉണ്ടാവും അല്ലേ, അത് ഓരോ പിക്സൽ പൊസിഷനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ പോളറൈസ്ഡ് ലൈറ്റ് ഈ ഒരു മെറ്റീരിയൽ, ഈ ലിക്വിഡ് ക്രിസ്റ്റലിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ മെറ്റീരിയൽ ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓപ്പോസിറ്റ് പോളറൈസറിലേക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് പോളറൈസറിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോർമലി ലൈറ്റ് ഓൺ സ്റ്റേറ്റിലായിരിക്കും ഉള്ളത്. ഓക്കെ, നോർമലി അത് ഓൺ സ്റ്റേറ്റിലാണുള്ളത്. അതിനുശേഷം അത് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് പോളറൈസറിൽ നിന്നും ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് പോളറൈസറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. ആ റിഫ്ലക്റ്റ് ചെയ്ത് മാറുന്ന സമയത്ത് വ്യൂവർ ഇതിൻ്റെ ഒരു പാറ്റേൺ കാണുകയാണ് ചെയ്യുന്നത്. ഗ്രാഫിക്കൽ പാറ്റേൺ ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. എത്രയാണ്, ഒരു പോളറൈസറിൽ നിന്നും ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രിസ്റ്റൽ ലിക്വിഡ്, ആ ഒരു എന്താ പറയുക, മോളിക്യൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ അറേഞ്ച്മെൻ്റുള്ള മോളിക്യൂൾ ട്വിസ്റ്റ് ചെയ്യുന്നതിലൂടെ അത് നെക്സ്റ്റ് പോളറൈസറിലേക്ക് ഓപ്പോസിറ്റ് ഇതിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ഇതാണ് ആ ഗ്രാഫിക്കൽ പാറ്റേൺ. ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് വ്യൂവേഴ്സ് സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ഇതിനകത്ത് 2 കാറ്റഗറിയാണുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞത് പാസീവ് മെട്രിക്സ് LCD ആണ്. അതുപോലെ തന്നെ ആക്റ്റീവ് മെട്രിക്സ് LCDs ഉണ്ട്. അതിനകത്ത് വേറെ ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ആണ് കണ്ടക്ടിങ് LCDക്കകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഓരോ പിക്സൽ പൊസിഷനിലും പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ആക്റ്റീവ് മെട്രിക്സ് എന്ന് പറയാം, ആക്റ്റീവ് മെട്രിക്സ് LCD എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് display devices.